ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇപ്പോൾ സ്വീഡനില് നമ്മുടെ മോമിക്ക ഖുർആൻ കത്തിച്ചു. നമ്മൾ അതിനെ അപലപിക്കുന്നു. തീർച്ചയായിട്ടും ഒരു മതവിഭാഗത്തിന്റെ വിശ്വാസത്തെ ആ രൂപത്തിൽ വ്രണപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ ഭാഗം. കാരണം ഞാനതിനെ വിമർശിക്കാറുണ്ട്. അത് പഠിച്ച് മനസ്സിലാക്കി അതിനകത്തെ മാനവിക വിരുദ്ധതകളും ജനാധിപത്യ വിരുദ്ധതകളും സ്ത്രീ വിരുദ്ധതകളും ഞാൻ പുറത്ത് കാണിച്ചേ പറ്റൂ. ഞാനതിന് ബാധ്യതപ്പെട്ട ആളാണ്. കാരണം ഞാനിത് ഓതന്റിസിറ്റി എന്താണ് എന്ന് കൃത്യമായ രൂപത്തിൽ അതിന്റെ അതോറിറ്റിയിലൂടെ പഠിച്ച വ്യക്തിയാണ്. അപ്പൊ എനിക്ക് മറുപടി പറയാൻ വരുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിവില്ല. അതുകൊണ്ട് അവരെ നമുക്ക് ഇഗ്നോർ ചെയ്ത് വിടാം. അപ്പോ ഖുർആൻ കത്തിച്ചത് ശരിയല്ല എന്ന് തന്നെയാണ് എന്റെ വാദം. ഒരു അപ്പിക്കുപ്പായം കൂട്ടിയിട്ട് കത്തിക്കുന്നത് പോലെയോ അതല്ലെങ്കിൽ ഇറാനികൾ മുടി മുറിച്ചതുപോലെയോ ഒന്നുമല്ല ഒരു മതവിഭാഗത്തിന്റെ വികാരത്തെ വ്രണപ്പെടുത്തുന്നത് ശരിയല്ല. ഞാനിപ്പോ ഇസ്ലാമിനെ വിമർശിക്കാറുണ്ട്. ഞാൻ ഖുർആനും ഹദീസും കാണിച്ചു തന്നെയാണ് വിമർശിക്കാറുള്ളത്. അപ്പൊ അതിനകത്ത് പറയുന്നത് അതല്ല അർത്ഥമെങ്കിൽ, അത് എനിക്ക് തെറ്റുപറ്റിയെങ്കിൽ അത് ശരിയാക്കാൻ ഒരു സ്പേസ് കൂടി ഞാൻ വിടാറുണ്ട്. ഓക്കെ. എന്നാൽ ഇതും മറ്റ് കാസർഗോഡ് മുഹമ്മദ് മുസ്തഫ ബൈബിള് കത്തിച്ചതും കൂടി ഒന്ന് കോമ്പറ്റേറ്റ് ചെയ്യണം. അതൊന്ന് കമ്പയർ ചെയ്ത് നിങ്ങൾ സംസാരിക്കണം. എങ്ങനെയാണത് മലയാളികൾ അതിനെ കാണുന്നത്? ബൈബിള് കത്തിച്ചപ്പോൾ ആഹാ, ഖുർആൻ കത്തിച്ചപ്പോൾ ഓഹോ. അല്ല, പടച്ചവന് എല്ലാവിധ കഴിവുകളും ഉണ്ടല്ലോ. പടച്ചവന്റെ മതത്തെ സംരക്ഷിക്കാൻ, പടച്ചവന്റെ കിതാബിനെ സംരക്ഷിക്കാൻ പടച്ചവന് കഴിയില്ലേ? പിന്നെ എന്തിനാണ് സ്വീഡിഷ് കോടതി ഇയാളുടെ വിധി പറയാൻ 2 ദിവസമായി കാത്തു നിൽക്കുമ്പോൾ എന്തിനായിരുന്നു കാക്കാമാരെല്ലാം കൂടി അയാളുടെ വിധി നടപ്പിലാക്കിയത്? കേരളത്തിൽ ആരെങ്കിലും അതിനെ അപലപിച്ച് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഉണ്ടാവില്ല. കാരണം മാതൃകാപരമായ ശിക്ഷാ നടപടി നമ്മളെ ഏൽപ്പിച്ചതാണ് പടച്ച റബ്ബ്. പടച്ചവൻ എല്ലാത്തിനും കഴിവൊക്കെ ഉണ്ട്, പക്ഷേ കഴിവില്ലാന്ന് പടച്ചവൻ തന്നെ തെളിയിച്ചതാണല്ലോ. കായികമായിട്ട് ക്രിസ്ത്യാനികൾ ആക്രമിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഹ്വാനം ആരെങ്കിലും ഇതുവരെ നൽകിയതായി നാം കേട്ടിട്ടില്ല. അങ്ങനെ ഒരിക്കലും ബൈബിള് കത്തിച്ചതിന്റെ പേരിൽ ലോകത്തുള്ള സകലമാന മുസ്ലിങ്ങളെയും ക്രിസ്ത്യൻ രാജ്യങ്ങൾ ചവിട്ടി പുറത്താക്കിയിട്ടില്ല. അവരെ പൊളിറ്റിക്കലി ഇക്കണോമിക്കലി കൈകാര്യം ചെയ്യാനോ അവർക്ക് പ്രതിരോധം സൃഷ്ടിക്കാനോ ഒരു ക്രിസ്ത്യൻ രാജ്യങ്ങളും ഉത്തരവിട്ടിട്ടില്ല. ക്രിസ്ത്യൻ രാജ്യങ്ങളൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. പാടില്ല. അങ്ങനെ നൽകുന്നവരെ നാം എതിർക്കുക തന്നെ ചെയ്യും. ഒപ്പം തന്നെ യൂറോപ്പിലും മറ്റ് പല രാജ്യങ്ങളിലും എത്തരത്തിലാണ് ക്രിസ്ത്യാനിറ്റി അവഹേളിക്കപ്പെടുന്നത്. ദേവാലയങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു, വൈദികർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു, ക്രിസ്ത്യാനിറ്റിയെ മതപരമായിട്ട് അവഹേളിക്കപ്പെടുന്നു. അന്നൊന്നും ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്ത വ്യക്തി പ്രതിനിധീകരിക്കുന്ന രാജ്യത്തിന് നേരെ ഒരു പൊളിറ്റിക്കൽ ഒരു മൂവോ അല്ലെങ്കിൽ എക്കണോമിക് മൂവോ ഒന്നും നടത്തിയില്ല. നമുക്കറിയാം, സ്വീഡന്റെ നാറ്റോയിലേക്കുള്ള എൻട്രിയെ പോലും തടുക്കുന്ന രീതിയിൽ ഈ ഇൻസിഡന്റ് വരികയുണ്ടായി. തുർക്കി ആ ഒരു കാലഘട്ടത്തിൽ സ്വീഡനെ നാറ്റോയിൽ അംഗത്വം നൽകരുതെന്ന ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീജിയനെ പൊളിറ്റിക്കലി ഒരു സ്വീഡനെ പ്രതിരോധിക്കാൻ എത്ര ഇസ്ലാമിക രാജ്യങ്ങളാണ് ആഹ്വാനം ചെയ്തത്? സ്വീഡനിലെ മോമിക്ക എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഖുർആൻ കത്തിച്ചത്. അയാൾ ഒരു സംഘടനയുടെ അനുഭാവി പോലുമല്ല, അയാൾ ഒരു പൊളിറ്റീഷ്യൻ അല്ല. എന്നിട്ട് പോലും സ്വീഡനോട് മൊത്തമായിരുന്നു ഇസ്ലാമിക രാജ്യങ്ങൾ കലിപ്പ് കാണിച്ചത്. നൂപുർ ശർമ്മയുടെ വിഷയവും ഇതുപോലെ തന്നെയാണ്. നൂപുർ ശർമ്മ ചാനലിൽ വന്നിരുന്ന് അവരുടെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞപ്പോൾ ആദ്യമായി മുസ്ലിങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തരുത് എന്ന് പറഞ്ഞു വന്നത് അഫ്ഗാനിലെ താലിബാനികളായിരുന്നു. ഒരു മിക്സപ്പ് ചെയ്യുന്നു. അതായത് ഈ രാജ്യങ്ങൾ എന്താണ് പറയുന്നത്, ഇസ്ലാമിനെതിരെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കെതിരെയാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണമാണ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് പ്ലസ് ഒരു റിലീജിയനെ ഒരു മിക്സപ്പ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു അപകടമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന വ്യക്തി ഇസ്ലാം മതഗ്രന്ഥം കത്തിച്ചു. അത് നമ്മൾ വീണ്ടും പറയുന്നത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും നമ്മൾ കേരളത്തിലേക്ക് ഒന്ന് തിരിച്ചു വന്നു കഴിയുമ്പോൾ ഈ മുസ്തഫ എന്ന് പറയുന്ന വ്യക്തി ക്രൈസ്തവരുടെ മതഗ്രന്ഥമായ പരിശുദ്ധ ബൈബിൾ കത്തിച്ചു. ആ ഒരു വിഷയം ഒരിക്കൽ കൂടി നമ്മൾ ആഴത്തിൽ പരിശോധിച്ചു കഴിയുമ്പോൾ ഇതിനോട് വേണ്ടത്ര രീതിയിൽ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ നിയമം അനുശാസിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും അതിന്റെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്നതിൽ കേരളത്തിലെ ക്രൈസ്തവർ പരാജയപ്പെട്ടു പോയോ, അതിനോടുള്ള ഒരു ക്രൈസ്തവരുടെ ഒരു പ്രതികരണം ഒരു തണുപ്പൻ മട്ടിലായി പോയോ എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. ജോർജ്, ഈ വിഷയത്തെക്കുറിച്ച് പ്രത്യേകിച്ച് കേരളത്തിലാണ് സംഭവം നടക്കുന്നത്. പിണറായി സർക്കാരിനാണെങ്കിൽ മുസ്ലിങ്ങളുടെ മതവികാരം സംരക്ഷിക്കാനാണ് അദ്ദേഹം ആ കസേരയിൽ ഇരിക്കുന്നത്. പ്രത്യേകിച്ച് മരുമോന്റെ മതവികാരം സംരക്ഷിക്കണം, സ്പീക്കറുടെ മതവികാരം സംരക്ഷിക്കണം, എന്തെല്ലാം നോക്കണം ഒരു സംസ്ഥാന സർക്കാർ. അതായത് ഏതൊരു മതവിശ്വാസത്തിന്റെ ആയിക്കോട്ടെ, അത് മതവിശ്വാസത്തിന്റെ മാത്രമല്ല ഏതൊരു പൗരന്റെ ആയിക്കോട്ടെ, അവരെ ഹർട്ട് ചെയ്യുന്ന അവരുടെ വിശ്വാസങ്ങളെ അല്ലെങ്കിൽ അവരുടെ ബോധ്യങ്ങളെല്ലാം ഹർട്ട് ചെയ്യുന്ന രീതിയിൽ അത് അവരുടെ മതഗ്രന്ഥമോ അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക് ക്രിസ്ത്യാനികൾ എത്ര വലിയ ഉയർന്ന മൂല്യങ്ങളും സാംസ്കാരിക സമ്പന്നതയിലുമാണ് എന്ന് അവരുടെ ഈ നിലപാടിൽ നിന്ന് വ്യക്തമാണ്.
സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിന്റെ പതാക ബംഗ്ലാദേശിൽ ചവിട്ടിക്കൂട്ടപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഹമാസ് പ്രക്ഷോഭം നടന്നിരുന്ന സമയത്ത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെ പതാകകൾ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് ഒരു കാരണവശാലും ഒരുവന്റെ വികാരത്തെ ഹനിക്കുന്ന അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ആരായാലും, അത് ഏത് മതസ്ഥരായാലും ഏത് വിശ്വാസപ്പെട്ടവരായാലും ഏതിസ്റ്റുകളാണെങ്കിലും അവരത് ഒഴിഞ്ഞു നിൽക്കണം. അവർക്ക് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ജോർജ് സൂചിപ്പിച്ച വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇത് 2023 ജനുവരിയിൽ അന്ന് സ്വീഡനിലെ ഒരു ഫാർ റൈറ്റ് പൊളിറ്റീഷ്യൻ റാസ്മസ് പലുദാൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം അതിന്റെ നടപടിയായിട്ടാണ് ഇവിടെ കാസർഗോഡുകാരനായ മുഹമ്മദ് മുസ്തഫ ബൈബിൾ കത്തിച്ചത്. അവൻ മാക്സിമം പ്രകോപനം ഉണ്ടാകുന്ന രീതിയിലാണ് അത് ചെയ്തത്. POCയുടെ ഒരു തന്നെയുമല്ല, റാസ്മസ് പലൂദാനെ ഒരിക്കലും ഒരു രാജ്യവും അംഗീകരിച്ചിട്ടില്ല. അയാൾ ചെയ്തത് തെറ്റിനെ തെറ്റ് എന്ന് തന്നെയാണ് പറഞ്ഞത്. സ്വീഡൻ സർക്കാർ മുഴുവനും അയാൾക്ക് വേണ്ടുന്ന നിയമപരമായിട്ടുള്ള ശിക്ഷയാണ് നൽകണമെന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ മുഹമ്മദ് മുസ്തഫ ചെയ്തത് ക്രിസ്ത്യാനികളെ ഒന്നടങ്കം മതവികാരം വ്രണപ്പെടുത്തുന്ന രൂപത്തിൽ ആദ്യം ലൈറ്റർ കൊണ്ട് കത്തിക്കുന്നു, തീപ്പെട്ടി കൊണ്ട് കത്തിക്കുന്നു, കത്തുന്നില്ല. ഗ്യാസ് കത്തിച്ചിട്ട് അതിനകത്തു നിന്നാണ് ബൈബിള് കത്തിച്ചിട്ട് പിന്നീട് കൊണ്ടുവന്ന് എണ്ണ കൂടി ഒഴിക്കുന്നു. മണ്ണെണ്ണയൊക്കെ ഒഴിച്ചാൽ പെട്ടെന്ന് കത്തിപ്പോകത്തില്ലേ? അതുകൊണ്ട് അയാൾ എണ്ണയാണ് ഒഴിക്കുന്നത്, വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഒക്കെ. എന്നിട്ട് അത് വീഡിയോയിൽ പകർത്തി അയാളുടെ പേര് പറഞ്ഞ്, ഫോൺ നമ്പർ പറഞ്ഞ്, അഡ്രസ്സ് പറഞ്ഞ്, പിതാവിന്റെ പേര് പറഞ്ഞ്, വീട്ടിലേക്കുള്ള മാപ്പ് അടക്കം വ്യക്തമാക്കി വീഡിയോ എടുത്തിട്ട് അയാൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. പരിശുദ്ധ ബൈബിൾ വാങ്ങി ആ ബൈബിളിലെ ഡീസൽ ഒഴിച്ച് കത്തിക്കുന്നു. അതിനുശേഷം അവൻ ഗ്യാസ് സ്റ്റവിലിട്ട് കത്തിക്കുന്നു. അങ്ങനെ അതിനീചമായ ഒരു പ്രവൃത്തിയാണ് അവൻ ചെയ്തത്. ഇതിന് 2 മാസം മുമ്പ് ക്രിസ്മസ് കാലത്ത് അവൻ അവിടെയുള്ള ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഒരു പുൽക്കൂട് അവർ നിർമ്മിച്ചപ്പോൾ കാസർഗോഡ് നിന്ന് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിന്നാണ് പുൽക്കൂട് എടുത്തുകൊണ്ട് പോയിട്ട് കവറിനകത്തിട്ട് നശിപ്പിക്കുന്നത്. പുൽക്കൂടിൽ നിന്ന് രൂപങ്ങളും മീശയുടെയൊക്കെ രൂപങ്ങൾ എടുത്ത് അവൻ ടോട്ടലി എറിയുന്ന ഒരു കാര്യം ചെയ്തു. ഇപ്പൊ ഈ 2 സംഭവങ്ങളുണ്ടായിട്ടും നമ്മുടെ കേരളത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അന്ന് നമ്മൾ ആ വാർത്തകൾ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുമ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലൊന്നും തന്നെ ഒരു പത്രത്തിലും ഒരു ചാനലിലും വന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു, ഇതിനു മുമ്പ് സ്വീഡനിൽ ഖുർആൻ കത്തിച്ചത് മുസ്തഫ അറിഞ്ഞത് പത്രങ്ങളിൽ കൂടെ തന്നെയാണ്. ഇവിടുത്തെ മാധ്യമങ്ങളിൽ അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഒന്ന് ഇവിടെ സംഭവിച്ചപ്പോൾ ഇവിടുത്തെ മീഡിയകളായിക്കോട്ടെ, ഇവിടുത്തെ രാഷ്ട്രീയക്കാരായിക്കോട്ടെ, അവരെല്ലാം നിശബ്ദതയിലേക്ക് പോയത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ക്രൈസ്തവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ പിതാക്കന്മാരായിക്കോട്ടെ അവരെല്ലാം വളരെ പക്വതയോട് കൂടിയിട്ടാണ് പ്രതികരിച്ചത്. അവരാരും മുസ്തഫയെ പൂർണ്ണമായിട്ട് വിചാരണ ചെയ്യണം. ഒന്നാമത്തെ കാര്യം, വിശ്വാസികൾ, ഇസ്ലാം മത വിശ്വാസികൾ മദ്രസ ആലയത്തിൽ നിന്നും ചെറിയ പ്രായത്തിലെ ബ്രെയിനിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന മതവികാരവും വിവരക്കേടുകളും ഒന്നും ക്രിസ്ത്യാനികൾക്കില്ല. അവർ ലിബറൽ ആശയങ്ങൾ പഠിക്കുന്നവരാണ്. അവർ ആ രൂപത്തിൽ സംസ്കാര സമ്പന്നരാണ്. ഏതൊരു കാര്യവും വൈകാരികമായിട്ടല്ല, വൈചാരികമായിട്ടാണ് ചിന്തിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും അതിന്റെ കോൺസിക്വൻസസിനെ സംബന്ധിച്ച് ബോധവാന്മാരാകണം എന്ന ഒരു ഉദ്ദേശം ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്നു. അവരാഘോഷിക്കുന്ന ഞാൻ കേട്ടില്ല. അവർ പറഞ്ഞത് മുസ്തഫയോട് ക്ഷമിക്കുന്ന കാര്യത്തെക്കുറിച്ചും മുസ്തഫയുടെ പരിശുദ്ധ ബൈബിളിന്റെ മഹത്വത്തെക്കുറിച്ചും എല്ലാമാണ്. തന്നെയുമല്ല, ആദ്യം തന്നെ പല അച്ഛന്മാരും മുന്നോട്ട് വന്നിട്ട് അത് കത്തിക്കുന്നതിന് മുമ്പ് അതൊന്ന് തുറന്നു വായിക്കാമായിരുന്നില്ലേ മുസ്തഫ എന്ന് ചോദിച്ചു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരാളും മുസ്തഫയെ ഭീഷണിപ്പെടുത്തരുത്. അനാവശ്യമായും മുസ്തഫയ്ക്കെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കി മുസ്തഫയെ വിമർശിച്ചുകൊണ്ടും ചോദ്യം ചെയ്തുകൊണ്ടും ഒരാളും രംഗത്ത് വരരുത്. ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കരുത്. നമ്മുടെ രാജ്യം ശക്തമായ ഒരു നിയമ സംവിധാനമുള്ള രാജ്യമാണ്. അതുകൊണ്ട് നമുക്കതിനെ നിയമപരമായി നേരിടാം എന്നാണ് അച്ഛന്മാർ പറഞ്ഞത്. ഇതാണ് ഇവിടുത്തെ വ്യത്യാസം. ഇതിനും ഒരു വർഷം മുമ്പാണ് നുപുർ ശർമ്മയായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അത് പറയണം. നുപുർ ശർമ്മ ടൈംസ് നൗവിന്റെ ഒരു ഡിബേറ്റിൽ വെച്ച് ജ്ഞാനവ്യാപിയുമായി ബന്ധപ്പെട്ട ഒരു ഡിബേറ്റ് ആയിരുന്നു. ആ ഡിബേറ്റിലെ സഹ പാനലിസ്റ്റ് നുപുർ ശർമ്മയുടെ വിശ്വാസവുമായി തസ്ലീം അഹമ്മദ് റഹ്മാനി ഉണ്ടാക്കിയപ്പോൾ നുപുർ ശർമ്മ പറഞ്ഞ ചില വാക്കുകൾ, നുപുർ ശർമ്മ തിരിച്ചടിച്ച് പറഞ്ഞ ചില വാക്കുകൾ, ആ വാക്കുകൾ വലിയ വിവാദം ഉണ്ടായി. അതിനുശേഷം BJPയുടെ വക്താവായിരുന്ന നുപുർ ശർമ്മയെ BJP തന്നെ സസ്പെൻഡ് ചെയ്തു. തസ്ലീം അഹമ്മദ് റഹ്മാനി എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരന് നൂപുർ ശർമ്മയുടെ ദൈവങ്ങളെയും ദൈവവിശ്വാസത്തെയും ഒക്കെ ഹനിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല. അത് ആൾട്ട് ന്യൂസിന്റെ സഹസ്ഥാപകനായ സുബൈർ ശരിക്ക് കൈയടിക്കുകയും നൂപുർ ശർമ്മ പറഞ്ഞ ഭാഗം മാത്രം വെട്ടി വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കുകയും ചെയ്ത് മതവികാരം വ്രണപ്പെടുത്തി എന്നൊരു ടൈറ്റിലും കൊടുത്തു. അതിന്റെ പേരിൽ അവന്റെ അക്കൗണ്ടിൽ വന്നത് കോടികൾ. അതും പിന്നീട് NIA പൊക്കി എടുക്കുകയുണ്ടായി. അപ്പോൾ നൂപുർ ശർമ്മ തിരിച്ചു പറഞ്ഞപ്പോൾ നബി നിന്നയായി. ചോദ്യപേപ്പറിൽ മുഹമ്മദ് എന്ന് എഴുതിയതിന്റെ പേരിലല്ലേ ജോസഫ് മാഷിന്റെ കയ്യും കാലും എടുത്തത്? ജോലിയും പോയി, ഭാര്യയും പോയി. ആ മനുഷ്യന്റെ മകനെ കൊണ്ടുപോയിട്ട് ക്രൂരമായിട്ട് പോലീസ് സ്റ്റേഷനിലിട്ട് പീഡിപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ. അപ്പോ ഇസ്ലാം മതവിശ്വാസത്തെ വ്രണപ്പെടുത്തിയാൽ അത് പ്രത്യേക ഒരു ആംഗിളിലൂടെ നോക്കിക്കാണുകയും മറ്റുള്ള മതവിശ്വാസികൾക്കോ മതവിഭാഗങ്ങൾക്കോ വ്രണപ്പെട്ടാൽ അതൊക്കെ ഒരു യൂഷ്വൽ സംഭവമായി എടുക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പുണ്ടല്ലോ, ഇത്തരം നിലപാടുകൾക്കെതിരെയാണ് നമ്മൾ ഈ കാപഠ്യക്കാരായിട്ടുള്ള ഇസ്ലാമിസ്റ്റുകളെ വലിച്ചു കീറാൻ തുനിയുന്നത്.
കാരണം നമ്മുടെ മതവികാരം വ്രണപ്പെടുന്നത് പോലെ തന്നെയാണ് അപരന്റെ മതവികാരവും വ്രണപ്പെടുന്നത് എന്ന ഒരു യാഥാർത്ഥ്യ ബോധം അണികൾക്കൊന്നുണ്ടാക്കി കൊടുക്കണമെന്ന് ആദ്യം നേതാക്കൾക്ക് വേണ്ടിയല്ലേ. നന്ദി.